ഹായ് ഫ്രണ്ട്സ്, റാങ്ക് റഷ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കേരള PSC നടത്തിയ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. ആദ്യ ചോദ്യം: ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലിയാണ്. ലക്നൌവിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ്. ബീഹാറിലെ അറയിൽ വിപ്ലവം നയിച്ചത് കൻവർ സിംഗ് ആണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാനാണ്. ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലിയാണ്. ലക്നൌവിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ്. ബീഹാറിലെ അറയിൽ വിപ്ലവം നയിച്ചത് കുൻവർ സിംഗ് ആണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാനാണ്. തന്നിരിക്കുന്നവയിൽ നിന്നും 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം തന്നിരിക്കുന്നവയിൽ 1ഉം 2ഉം തെറ്റായ പ്രസ്താവനകളാണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇതിൽ ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ്. ലക്നൌവിൽ വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലാണ്. ഇത് രണ്ടുമാണ് തന്നിരിക്കുന്നവയിൽ തെറ്റായിട്ടുള്ളത്. ബീഹാറിലെ അറയിൽ വിപ്ലവം നയിച്ചത് കൻവർ സിംഗ് ആണ്. അത് കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനയാണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാനുമാണ്. അടുത്ത ചോദ്യം: തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ ഏത്? തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ ഏത്? തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1812, കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം 1837, എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം 1875. തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1812, കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം 1837, എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം 1875. തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം 1837 അല്ല, 1866. അത് തന്നിരിക്കുന്നവയിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ മൂന്നാമത്തതാണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം 1837 അല്ല, 1866. ബാക്കി തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1812 ശരിയാണ്. കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845 ശരിയാണ്. എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം 1875 ശരിയാണ്. അടുത്ത ചോദ്യം: ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1-നാണ്. യുദ്ധാനന്തരം ചിയാങ് കൈ ഷേക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേതുങ് ആണ്. മാവോ സേതുങ്ങിന് ശേഷം ഹുവ ഗുവഹെങ് ചൈനയിൽ അധികാരത്തിൽ വന്നു. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1-നാണ്. യുദ്ധാനന്തരം ചിയാങ് കൈ ഷേക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേതുങ് ആണ്. മാവോ സേതുങ്ങിന് ശേഷം ഹുവ ഗുവഹെങ് ചൈനയിൽ അധികാരത്തിൽ വന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ 4ാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റ്. ബാക്കി 3ഉം ശരിയാണ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1-നാണ്. യുദ്ധാനന്തരം ചിയാങ് കൈഷെങ്ങും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേതുങ് ആണ്. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം: സാമൂഹിക പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? സാമൂഹിക പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? 1851 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനനം. സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. 1851 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനനം. സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു.
ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് തെറ്റായ പ്രസ്താവന, ബാക്കി 3 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ഇതിൽ ശരിയായ പ്രസ്താവന ചട്ടമ്പി സ്വാമിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന, ചട്ടമ്പി സ്വാമി ജനിച്ചത് ഓഗസ്റ്റ് 25, 1853 ഓഗസ്റ്റ് 25, 1853. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏത്? നാഗ്പൂർ സമ്മേളനം നിസ്സഹകരണ പ്രസ്ഥാനം, ബോംബെ സമ്മേളനം പൂർണ്ണ സ്വരാജ് പ്രമേയം, ലാഹോർ സമ്മേളനം ക്വിറ്റ് ഇന്ത്യ പ്രമേയം, സൂറത്ത് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജനം. നാഗ്പൂർ സമ്മേളനം നിസ്സഹകരണ പ്രസ്ഥാനം, ബോംബെ സമ്മേളനം പൂർണ്ണ സ്വരാജ് പ്രമേയം, ലാഹോർ സമ്മേളനം ക്വിറ്റ് ഇന്ത്യ പ്രമേയം, സൂറത്ത് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജനം. തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളവ. നാഗ്പൂർ സമ്മേളനവുമായി ബന്ധപ്പെട്ടതാണ് നിസ്സഹകരണ പ്രസ്ഥാനം, സൂറത്ത് സമ്മേളനവുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിഭജനം. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരായിരുന്നു? ഓപ്ഷൻസ്: പാകിസ്ഥാൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ശ്രീലങ്ക. പാകിസ്ഥാൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ശ്രീലങ്ക. ഉത്തരം ഓപ്ഷൻ ബി, ഓസ്ട്രേലിയയാണ് ശരി ഉത്തരം. അപ്പോൾ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു. അടുത്ത ചോദ്യം, സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപവൽക്കരണ സഹായി. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപവൽക്കരണ സഹായി. ഓപ്ഷൻസ്: ഒഴുകുന്ന വെള്ളം, ഭൂഗർഭജലം, ഹിമാനികൾ, തിരമാലകൾ. ഒഴുകുന്ന വെള്ളം, ഭൂഗർഭജലം, ഹിമാനികൾ, തിരമാലകൾ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പോൾ സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപവൽക്കരണ സഹായിയാണ് ഭൂഗർഭജലം. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം. ഓപ്ഷൻസ്: ഇന്ത്യ, ചൈന, ശ്രീലങ്ക, കാനഡ. ഇന്ത്യ, ചൈന, ശ്രീലങ്ക, കാനഡ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കാനഡയാണ് ഉത്തരം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം കാനഡയാണ്. അടുത്ത ചോദ്യം, കടുപ്പം കുറഞ്ഞ ധാതു. ഓപ്ഷൻസ്: വജ്രം, ടോപ്പാസ്, ക്വാർട്സ്, ടാൽക്. വജ്രം, ടോപ്പാസ്, ക്വാർട്സ്, ടാൽക്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ടാൽക് ആണ് കടുപ്പം കുറഞ്ഞ ധാതു. ഏറ്റവും കടുപ്പമേറിയ ധാതു ഏതാണ്? വജ്രമാണ്. അടുത്ത ചോദ്യം, ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ. ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ. ഓപ്ഷൻസ്: സംവഹന വൃഷ്ടി, ചക്രവാത വൃഷ്ടി, പർവ്വതവൃഷ്ടി, പ്രതിചക്രവാത വൃഷ്ടി. സംവഹന വൃഷ്ടി, ചക്രവാത വൃഷ്ടി, പർവ്വതവൃഷ്ടി, പ്രതിചക്രവാത വൃഷ്ടി. ഉത്തരം ഓപ്ഷൻ എ ആണ്, സംവഹന വൃഷ്ടിയാണ് ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ. അടുത്ത ചോദ്യം, മൺസൂൺ കാലത്തിന് മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ. മൺസൂൺ കാലത്തിന് മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ. ഓപ്ഷൻസ്: ചിനൂക്ക്, ലൂ, മാംഗോ ഷവർ, കാൽബൈശാഖി. ചിനൂക്ക്, ലൂ, മാംഗോ ഷവർ, കാൽബൈശാഖി. ഉത്തരം ഓപ്ഷൻ സി, മാംഗോ ഷവറാണ് മൺസൂൺ കാലത്തിന് മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴയുടെ പേര്. അപ്പം മൺസൂൺ കാലത്തിന് മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴയുടെ പേര് മാംഗോ ഷവർ. അടുത്ത ചോദ്യം,
സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം. സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം. ഓപ്ഷൻസ്: ആദിത്യ L1, വിക്രം, ആദിത്യ ഇവയൊന്നുമല്ല. ആദിത്യ L1, വിക്രം, ആദിത്യ ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ എ ആണ്, ആദിത്യ L1. സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകമാണ് ആദിത്യ L1. L എന്ന് പറയുന്നത് ലഗ്രാഞ്ച് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആദിത്യ L1. L എന്ന് പറയുന്നത് ലഗ്രാഞ്ച് പോയിന്റ് ആണ്. അടുത്ത ചോദ്യം: ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ്: ജവഹർലാൽ നെഹ്റു, M വിശ്വേശ്വരയ്യ, PC മഹൽനോബിസ്, ഡോക്ടർ MS സ്വാമിനാഥൻ. ജവഹർലാൽ നെഹ്റു, M വിശ്വേശ്വരയ്യ, PC മഹൽനോബിസ്, ഡോക്ടർ MS സ്വാമിനാഥൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, M വിശ്വേശ്വരയ്യ. അപ്പോൾ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യയാണ്. അടുത്ത ചോദ്യം: പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ: ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം ഇവയെല്ലാം. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം ഇവയെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം ഇത് മൂന്നും പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങളായി അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം: ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം. ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം. ഓപ്ഷൻസ്: ഡിസംബർ മുതൽ ജനുവരി വരെ, ജൂൺ മുതൽ ജൂലൈ വരെ, സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ, ഏപ്രിൽ മുതൽ മെയ് വരെ. ഡിസംബർ മുതൽ ജനുവരി വരെ, ജൂൺ മുതൽ ജൂലൈ വരെ, സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ, ഏപ്രിൽ മുതൽ മെയ് വരെ. ഉത്തരം ഓപ്ഷൻ സി ആണ്, സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് ഖാരിഫ് വിളകളുടെ വിളവെടുക്കുന്ന സമയം. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം. അടുത്ത ചോദ്യം: ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഓപ്ഷൻസ്: ഫിലിപ്പൈൻസ്, ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ. ഫിലിപ്പൈൻസ്, ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഫിലിപ്പൈൻസ് ആണ് ഉത്തരം. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഫിലിപ്പൈൻസ്. അടുത്ത ചോദ്യം: 2022-23 ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം. 2022-23 ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഏത്? ഓപ്ഷൻസ്: ടീം ഇന്ത്യ, സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75, സ്മാർട്ട് സിറ്റി മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ. ടീം ഇന്ത്യ, സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75, സ്മാർട്ട് സിറ്റി മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ ആക്ട് 75 ആണ് 2022-23 ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം. സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ ആക്ട് 75. അടുത്ത ചോദ്യം: 2023 ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2023 ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ഓപ്ഷൻസ്: 38, 62, 16, 71. 38, 62, 16, 71. ഉത്തരം ഓപ്ഷൻ എ ആണ്, 38 ആണ് 2023 ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത് ഏവ? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത് ഏവ? ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്.
ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു. ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിലെ തെറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4ാമത്തെ തന്നിരിക്കുന്ന പ്രസ്താവനയാണ് തെറ്റ്. അതായത് ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തതല്ല, അദ്ദേഹം അത് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അതും ശരിയായ പ്രസ്താവനയാണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. തന്നിരിക്കുന്നവയിൽ 4ാമത്തെ പ്രസ്താവനയായ ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? OCI എന്നതിൻ്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. ഭരണഘടനയുടെ 2ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. OCI എന്നതിൻ്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. ഭരണഘടനയുടെ 2ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ശരിയായ പ്രസ്താവനകളാണ്. അതായത് OCI എന്നതിൻ്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യയുടെ 2ാം ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടന 6 മുതൽ 11 വരെയുള്ള വകുപ്പുകളാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളുകൾ. ഇന്ത്യയുടെ നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. അടുത്ത ചോദ്യം, ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃകയാണത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാര്? ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃകയാണത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാര്? ഓപ്ഷൻസ്: പണ്ഡിറ്റ് താക്കൂർ ദാസ്, ജവഹർലാൽ നെഹ്റു, ജസ്റ്റിസ് ഹിദായത്തുള്ള ഇവരാരുമല്ല. പണ്ഡിറ്റ് താക്കൂർ ദാസ്, ജവഹർലാൽ നെഹ്റു, ജസ്റ്റിസ് ഹിദായത്തുള്ള ഇവരാരുമല്ല. ഉത്തരം ഓപ്ഷൻ സി ആണ്. ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ് ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃകയാണത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് പറഞ്ഞത് ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ്. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. നമ്മുടെ മൗലികാവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ചില മൗലികാവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും. നിയമത്തിന് മുന്നിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. പൊതു തൊഴിലിൻ്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. നമ്മുടെ മൗലികാവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ചില മൗലികാവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും. നിയമത്തിനു മുന്നിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. പൊതു തൊഴിലിൻ്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്.
ശരി ഉത്തരം ഓപ്ഷൻ ഡി. 1, 2, 3, 4 ശരിയായ പ്രസ്താവനകളാണ്. അപ്പോൾ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് തന്നിരിക്കുന്ന 4 നമ്മുടെ മൗലികാവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ, ചില മൗലികാവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും, അതും ശരിയാണ്. നിയമത്തിന് മുന്നിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും, ശരിയാണ്. പൊതു തൊഴിലിൻ്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. അപ്പോൾ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക. ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ ഏവ? ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ ഏവ? നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, അവശിഷ്ടാധികാരങ്ങൾ, ഭരണഘടനാ ഭേദഗതി. ദക്ഷിണാഫ്രിക്ക, അയർലൻഡ്, റഷ്യ, കാനഡ. നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, അവശിഷ്ടാധികാരങ്ങൾ, ഭരണഘടനാ ഭേദഗതി. ദക്ഷിണാഫ്രിക്ക, അയർലൻഡ്, റഷ്യ, കാനഡ. ഉത്തരം ഓപ്ഷൻ എ ആണ്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, മൗലിക കർത്തവ്യങ്ങൾ റഷ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അവശിഷ്ടാധികാരങ്ങൾ കാനഡയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ ആണ് ചോദിച്ചിരിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്, മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തത് റഷ്യയിൽ നിന്നാണ്, അവശിഷ്ടാധികാരങ്ങൾ കടമെടുത്തത് കാനഡയിൽ നിന്നാണ്, ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തത്. അടുത്ത ചോദ്യം, ഡാഷ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. ഡാഷ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്, രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടാവണം. ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്, രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. ഉത്തരം ഓപ്ഷൻ ഡി, ഉപരാഷ്ട്രപതിയാണ്. അപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിന് ആവശ്യമായുള്ള യോഗ്യതകളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്, രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പിന് പറയുന്ന യോഗ്യതകളാണ് തന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം, പുസ്തകങ്ങളും അവരുടെ രചയിതാക്കളെയും കണ്ടെത്തുക. പുസ്തകങ്ങളും അവരുടെ രചയിതാക്കളെയും കണ്ടെത്തുക. ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ, സ്പിരിറ്റ് ഓഫ് ലോസ്, ഇന്ത്യ 2020, ഇന്ത്യ 2020, മൈ ട്രൂത്ത്. ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ, നിയമങ്ങളുടെ അന്തസത്ത, അതായത് സ്പിരിറ്റ് ഓഫ് ലോസ്, ഇന്ത്യ 2020, മൈ ട്രൂത്ത്, മോണ്ടസ്ക്യൂ, ഇന്ദിരാഗാന്ധി, ഹംഫ്രി ബെർക്കലി, ഡോക്ടർ APJ അബ്ദുൽ കലാം. മോണ്ടസ്ക്യൂ, ഇന്ദിരാഗാന്ധി, ഹംഫ്രി ബെർക്കലി, ഡോക്ടർ APJ അബ്ദുൽ കലാം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പോൾ തന്നിരിക്കുന്ന പുസ്തകങ്ങളും അവരുടെ രചയിതാക്കളുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ എഴുതിയത് ഹംഫ്രി ബെർക്കലിയാണ്. നിയമങ്ങളുടെ അന്തസത്ത, അതായത് സ്പിരിറ്റ് ഓഫ് ലോസ് എഴുതിയത് മോണ്ടസ്ക്യൂ ആണ്. ഇന്ത്യ 2020 എഴുതിയത് ഡോക്ടർ APJ അബ്ദുൽ കലാം. മൈ ട്രൂത്ത് എഴുതിയത് ഇന്ദിരാഗാന്ധി. അപ്പോൾ ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ എഴുതിയത് ഹംഫ്രി ബെർക്കലി, സ്പിരിറ്റ് ഓഫ് ലോസ്, നിയമങ്ങളുടെ അന്തസത്ത എഴുതിയത് മോണ്ടസ്ക്യൂ, ഇന്ത്യ 2020 എഴുതിയത് ഡോക്ടർ APJ അബ്ദുൽ കലാം, മൈ ട്രൂത്ത് എഴുതിയത് ഇന്ദിരാഗാന്ധി. അപ്പോൾ നമ്മൾ കേരള PSC നടത്തിയ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 25 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില എക്സ്ട്രാ ഫാക്ട്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും കേൾക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. താങ്ക് യു.